നിലാവിൻ്റെ 2ാം വാർഷികം നടക്കുന്ന ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ശ്രീ രാജേഷ്, നിലാവ് ഗ്രൂപ്പിൻ്റെ എല്ലാമായ ശ്രീ ഗിരീന്ദ്രബാബു, ശ്രീ ജിനൻ, ശ്രീ സുനിൽ സവർണിക, ശ്രീ ദേവരാജൻ, സദസ്സിലുള്ള നിലാവ് ഗ്രൂപ്പിൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, എന്നെ ഇവിടെ ശ്രീ ഗിരീന്ദ്രബാബു പരിചയപ്പെടുത്തിയത് നിലാവ് ഗ്രൂപ്പിൻ്റെ ഒരു പാട്ടുകാരൻ എന്നുള്ള നിലയിലാണ്. ഞാൻ എന്താ അല്ല, അതിനെക്കുറിച്ചാണ് അദ്ദേഹം എന്നോട്. ഞാൻ യഥാർത്ഥത്തിൽ ഒരു പാട്ടുകാരനൊന്നുമല്ല. കേരള കൗമുദിയിൽ 28 വർഷത്തോളം ഒരു ജേർണലിസ്റ്റായി പ്രവർത്തിക്കുകയും ഇപ്പോഴും ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള കൗമുദിയിൽ തന്നെ ഞാൻ ഇപ്പോഴും എൻ്റെ കരവിരുത് വരുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങളെ പലരും കാണണമെന്നില്ല. കേരള കൗമുദിയിലെ ഈ പേപ്പർ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്, ഓൺലൈൻ പത്രം. അപ്പോൾ അതിനകത്ത് എല്ലാ ബുധനാഴ്ചയും എനിക്കൊരു കോളമുണ്ട്. ഒപ്പീനിയൻ പേജ് എന്ന് പറയുന്ന 5ാം പേജിൽ ഈ സമകാലിക സംഭവങ്ങളെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ലേഖനം ഞാൻ കൊടുക്കുന്നുണ്ട്. പ്രതിഫലം ഒന്നും തരുന്നൊന്നുമില്ല. കേരളത്തിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. പ്രതിഫലമായിട്ട് ബന്ധപ്പെട്ടല്ലല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിയുടെ തുടർച്ച എന്നുള്ള നിലയിൽ എൻ്റെ ഒരു പാഷൻ എന്നുള്ളതിൽ ഞാൻ പാട്ട് പാടുന്നതും ആ ഒരു പാഷൻ എന്നുള്ള നിലയിൽ ഞാനത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നെ യോഗനാഥം പോലുള്ള പ്രസിദ്ധീകരണങ്ങളിലൊക്കെ ഞാൻ സ്ഥിരമായിട്ട് എഴുതുന്നുണ്ട്. അതിനകത്ത് നിന്ന് എനിക്ക് പൈസ വരും കൃത്യമായിട്ട്. SNDP യോഗത്തിൻ്റെ മുഖപത്രമാണ്. നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ ദയവായി അതിന് വായിക്കാൻ ശ്രമിക്കുക. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇഷ്യൂവിനകത്തും എൻ്റെ ഒരു വലിയ ലേഖനം അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ജേർണലിസ്റ്റായ എന്നെ വെറും പാട്ടുകാരൻ എന്നുള്ള രീതിയിലാണ് ഞാനത് കുറ്റം പറയുന്നതല്ല. പാട്ടെന്ന് പറയുന്നത് ഞാൻ പഠിച്ചിട്ടില്ല, ജേർണലിസവും ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ ഒരു ജേർണലിസം കോഴ്സൊന്നും പാസ്സായ ആളൊന്നുമല്ല, അല്ലാതെ തന്നെ ജേർണലിസ്റ്റ് ആയ ആളാണ്. പ്രാക്ടിക്കൽ ജേർണലിസമാണ്. ഇപ്പോൾ പാട്ട് പാടുന്നെന്ന് പറയുന്നത് പോലെ തന്നെ അതും ഒരു പാഷന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു എന്നത്രേ ഉള്ളത്. ഇപ്പോൾ ഇവിടെ ശ്രീ ജിനൻ എന്നൊരു അവാർഡ് കൊടുക്കുന്നുണ്ട്. ഞാനത് പറയാൻ കാരണം, ജിനൻ ഈ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞാൽ അവയവദാനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയുടെ പേരിലാണ്. യഥാർത്ഥത്തിൽ എനിക്ക് അതിന് മുൻപ് ഞാൻ കേരള കൗമുദിയിൽ 2017 ഫെബ്രുവരി 7 മുതൽ 12 വരെ 6 ദിവസം പ്രസിദ്ധീകരിച്ച ഒരു പരമ്പര ഉണ്ടായിരുന്നു, അവയവദാനവുമായി ബന്ധപ്പെട്ട പരമ്പര. അത് വളരെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. കേരള സംസ്ഥാന സർക്കാർ ആ പരമ്പരയുടെ പേരിൽ ഈ അവയവദാനവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിഷ്കാരങ്ങൾ വരുത്തി. എനിക്ക് അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡ് അടക്കം 3 അവാർഡുകൾ ആ പരമ്പരയ്ക്ക് ലഭിച്ചിരുന്നു. 2018 സംസ്ഥാന മാധ്യമ പുരസ്കാരം. എനിക്കും VS രാജേഷിനും കൂടെ ഒരുമിച്ചാണ് ആ വർഷത്തെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിന് കൗമുദി ചാനലിലെ അഭിമുഖത്തിനാണ് ലഭിച്ചത്. മാധ്യമ അവാർഡ് എന്നുള്ളത് എനിക്ക് 2018 ലഭിച്ചത്. ഇങ്ങനെ ഒരുപാട് ഓർമ്മകൾ അതേക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്. കേരള കൗമുദിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും നല്ല ഒരു കാര്യങ്ങളൊന്നും പറയാനുണ്ടാവില്ല. കാരണം ഈ നിലാവ് ഗ്രൂപ്പ് ആദ്യം വേറൊരു പേരിൽ തുടങ്ങിയിരുന്നു. എന്തായിരുന്നു ആദ്യത്തെ പേര്? മറന്നുപോയി. അതെ, എനിക്ക് അതിന്റെ പേര് ഓർമ്മ വരുന്നില്ല. ഈ നിലാവ് ഗ്രൂപ്പ് എന്ന പേരിൽ തുടങ്ങുന്നതിന് മുമ്പ് വേറൊരു പേരിലൊക്കെ എനിക്ക് തോന്നുന്നു കൗമുദി റിട്ടയർഡ് അങ്ങനെ എന്തോ ഒരു പേരിലാണ് തുടങ്ങിയത്. അപ്പൊ എന്നെ അതിനകത്ത് ശ്രീ ഗിരീന്ദ്രബാബു വിളിച്ചിട്ട് ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്തിട്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യുമെന്ന് പറഞ്ഞു. കാര്യം അതെല്ലാം കേരളത്തിക്കാരാണ്. അപ്പോൾ അതിനകത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതില് കേരള കൗമുദിയിൽ നിന്ന് പോയ ആൾക്കാരാണല്ലോ. ഓരോ ദിവസവും ഓരോരുത്തർ കേരള കൗമുദിയെ തെറി പറഞ്ഞുകൊണ്ടുള്ള സാധനങ്ങളാണ് അതിനകത്ത് ഇടുന്നത്. കേരള കൗമുദി അതാണ് ഇതാണ്, ആ പേപ്പർ ടോയ്ലറ്റിൽ ഉപയോഗിക്കാൻ പോലും കൊള്ളാത്ത സാധനമാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ ആക്ഷേപിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടുകയാണ്. അപ്പൊ ഞാൻ ഗിരീന്ദ്രബാബുവിന്റെ അടുത്ത് പറഞ്ഞു, ഇതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇതിനകത്ത് തുടരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് ഞാൻ അതിനകത്ത് നിന്ന് വിഡ്രോ ചെയ്തു, ആ ഗ്രൂപ്പിൽ നിന്ന് തന്നെ. അതിനുശേഷമാണ് ശ്രീ ഗിരീന്ദ്രബാബു ഇങ്ങനെ ഒരു നിലാവ് ഗ്രൂപ്പ് തുടങ്ങുകയും
ഏതായാലും അത്തരം പോസ്റ്റുകൾ ഇപ്പോൾ അങ്ങനെ വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വരുന്നില്ല, തീർച്ചയായിട്ടും നിങ്ങളെല്ലാം ഗ്രൂപ്പിൽ കാണുന്നുണ്ടല്ലോ ഒരിക്കലും. കാരണം കേരളാവധി നമ്മളെല്ലാം നമ്മളാക്കി മാറ്റിയത് ശരിക്കും കേരളാവധിയാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ, കാര്യം അവർക്ക് ഓരോ നിലപാടുകളുണ്ട്. ഇപ്പൊ ജീവനക്കാരോടുള്ള സമീപനത്തിലൊക്കെ പല ഇപ്പൊ കേരളാവധി മാത്രമല്ല, പല മാനേജ്മെന്റുകളും ഇതേ സമീപനം തന്നെ ആയിരിക്കും സ്വീകരിക്കുക. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തർക്കും അവരുടേതായ ദുരനുഭവങ്ങൾ ഉണ്ടാവും. ഞാൻ എന്റെ സർവീസിലുള്ളതിലുള്ള ഞാൻ പിടിച്ചു നിന്നു. ഇപ്പൊ എന്റെ സഹപ്രവർത്തനാണ് ശ്രീ സുരേഷ് ഉരുൾകൊണ്ട്. ഞങ്ങൾ ഒരുമിച്ച് 1991 ഡിസംബറിൽ കേരളാവധിയിൽ ജേർണലിസ്റ്റ് ട്രെയിനീസ് ആയിട്ട് കയറിയവരാണ്. ഞങ്ങൾ 5 പേരായിരുന്നു. ഞാൻ, സുരേഷ്, പിന്നെ ഇന്ദ്രബാബു, വേറെ 2 പേര്. അവസാനം 2 പേര് പോയി, 3 പേര് മാത്രമാണ് അവശേഷിച്ചത് കേരളാവധിയിൽ, ഞാനും സുരേഷും. ഇപ്പൊ സുരേഷ് ഇടയ്ക്ക് 2014 കേരളാവധി വിട്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായി. ഞാൻ പക്ഷേ അതിൽ പിടിച്ചു. ഇപ്പൊ ഇന്ദ്രബാബു ഇപ്പോഴും തുടരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് ദുരനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ 1991 ഡിസംബർ 92 ഈ ഗോഡ് ഫാദർ എന്ന് പറയുന്ന ഒരു പ്രശസ്തമായ സിനിമ റിലീസ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് NN പിള്ളയുടെ ഒരു കഥാപാത്രമുണ്ട്, 500 എന്ന് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് കേരളാവധിയിൽ നിന്ന് കിട്ടിയിരുന്ന സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് 500 രൂപയാണ് മാസം. ട്രെയിനീസ് ആണല്ലോ, ട്രെയിനീസിന് കിട്ടുന്ന സ്റ്റൈപ്പൻഡ് 500 രൂപ. അപ്പൊ ഇപ്പൊ നമുക്ക് തോന്നുന്നു അന്നത്തെ 92 അന്നത്തെ 500 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 5000-10,000 വരുമെന്ന്. അങ്ങനെയൊന്നുമല്ല. അന്നും 500 എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമായ ഒരു പൈസയായിരുന്നു. അപ്പൊ ഞങ്ങള് കേരളാവധിയിൽ പേര് വീണ്, കേരളാവധിയിൽ 500 പോകുന്നതാണ് പറയുന്നത്. കാരണം ഞങ്ങൾക്ക് 500 സ്റ്റൈപ്പൻഡ് എന്നുള്ള അവിടെ എല്ലാവർക്കും വ്യക്തമായി. ഞങ്ങൾക്ക് കനറ ബാങ്കിന്റെ സ്റ്റാച്യു ബ്രാഞ്ചിലേക്കാണ് ഈ 500 രൂപ സ്റ്റൈഫൻഡ് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നത്. ഞങ്ങൾ നാണക്കേട് കാരണം അവിടെ നിന്ന് ഇത് വിഡ്രോ ചെയ്യാൻ പോകുന്നില്ല. കാരണം അവിടെ ഇരിക്കുന്ന സ്റ്റാഫൊക്കെ ചോദിക്കുക 500 രൂപയാണ് അത് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഞാനൊന്ന് ജസ്റ്റ് കേരളാവധിയിൽ ആയതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചത് മാത്രം. എന്നെ ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് ഭാവി പരിപാടികളെ കുറിച്ച് പറയുക എന്നുള്ളതാണ്. കേരളാവധിയുടെ നിലാവ് ഗ്രൂപ്പിന്റെ ഭാവി പ്രവർത്തനങ്ങളൊക്കെ ഗിരീന്ദ്രബാബുവാണ് അതിന്റെ എല്ലാം ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തെ ഞാൻ രാത്രിയിൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞത്, അദ്ദേഹത്തിന് ഒരു ഒറ്റയാൻ പോലെ സഹായിക്കാനായിട്ട് ഒരാൾ പോലും ഇല്ല എന്നുള്ളൊരു പരിഭവമാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരുപാട് വാട്സാപ്പ് ഗ്രൂപ്പുകളുണ്ട്, അതിലൊക്കെ പല പല കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഒട്ടേറെ വിഭവങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും നിലാവ് ഗ്രൂപ്പിലൂടെ ശ്രീ ഗിരീന്ദ്രബാബുവിന്റെ ഒരു ഒറ്റയാൾ പ്രവർത്തനത്തിലൂടെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് അദ്ദേഹത്തിന് ഒരു കൈത്താങ്ങായിട്ട്, ഒരു സഹായിയായിട്ട് യഥാർത്ഥത്തിൽ തിരുവനന്തപുരത്തുകാരാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. അവർക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തെ ഈ കാര്യത്തിൽ സഹായിക്കാവുന്നതാണ്. അപ്പൊ എനിക്ക് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്, ആ ഒരു രീതിയിൽ അദ്ദേഹത്തിന് ഒരു സഹായം നൽകുക. അതിന് നിങ്ങൾ ചുരുക്കം ആൾക്കാരെങ്കിലും തയ്യാറാവണം. അവിടെ നിന്നൊരാൾ കൈപോക്കി കാണിക്കുന്നുണ്ട്, എനിക്ക് തോന്നുന്നു അതിനാണെന്ന് തോന്നുന്നു അല്ലേ. ഇപ്പൊ സഹായിക്കുന്നുണ്ടെന്ന് തീർച്ചയായിട്ടും 1-2 പേരൊക്കെ ഉണ്ട്, എനിക്കറിയാം. എന്നാലും അതിനകത്ത് അദ്ദേഹത്തിന് വേണ്ട രീതിയിൽ ഒരു പിന്തുണ കൊടുക്കാനോ, ഇനിയിപ്പോ നമ്മൾ ഭാവി പരിപാടികൾ എന്തെങ്കിലുമൊക്കെ ആസൂത്രണം ചെയ്താലും അതിനുള്ള ഒരു സഹായം അദ്ദേഹത്തിന് കൊടുക്കുകയോ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സ്ഥാപനത്തിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആ സ്ഥാപനം അനുവദിക്കുന്ന സമയത്ത് ഇപ്പൊ മൊബൈൽ ഫോൺ, അപ്പൊ നമുക്കറിയാം കടകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഈ സ്വർണ്ണക്കടകളിലെ തുണിക്കടകളിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരുണ്ട്. രാവിലെ 9 മണിക്ക് കയറി കഴിഞ്ഞാൽ രാത്രി 8 മണി അല്ലെങ്കിൽ 9 മണി വരെ ജോലി ചെയ്യുന്നില്ല. ഇതിന്റെ ഇടയ്ക്ക് ഒരു സ്ഥാപനത്തിലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല. നമ്മളിതില്ല 24 മണിക്കൂർ നമ്മൾ മൊബൈലിൽ ഇത് നോക്കി നടക്കുന്ന സമയത്ത് ഈ ഒരു ജീവനക്കാരെന്ന് പറയുന്നത് മൊബൈൽ ഫോണിൽ അവർക്ക് ആ സമയത്ത് അനുവദനീയമല്ല. അപ്പോൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ഒരു സ്ഥാപനത്തിൽ കൂടെയാണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം ഈ ഇടയ്ക്ക് വാർത്തകൾ അതിൻ്റെ അകത്തേക്ക് ഷെയർ ചെയ്യുകയും, വാർത്തകൾ മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ അതിലേക്ക് ഷെയർ ചെയ്യുകയും മറ്റും അദ്ദേഹത്തിന്റെ ജോലി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിനൊരു സഹായം നൽകാൻ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ള ചിലരെങ്കിലും തയ്യാറാകണം എന്നാണ് എനിക്ക് ആദ്യമായിട്ട്
ഒരു അഭ്യർത്ഥന പോലെ നിങ്ങളുടെ മുന്നിൽ വയ്ക്കാനുള്ളത്. പിന്നീട് ഇതിന്റെ ഭാവി പ്രവർത്തനം എന്ന് പറയുമ്പോൾ നിലാവ് ഗ്രൂപ്പ് നന്നായിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് ഇന്നിപ്പോ 2ാം വാർഷികം നമ്മൾ നടക്കുന്നത്. കഴിഞ്ഞ 1ാം വാർഷികത്തിൽ ഞാനന്ന് വന്നിരുന്നു. പ്രസ് ക്ലബില് നടന്ന ആ വാർഷിക യോഗത്തില് ഏതാണ്ട് നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. ഇവിടെ ശ്രീ ഗിരീന്ദ്ര ബാബു തന്നെ സൂചിപ്പിച്ചതുപോലെ നല്ല പാർട്ടിസിപ്പേഷനാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ പല 4 മേഖലകളിലായിട്ട് ഇതിന്റെ സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിലാവ് ഗ്രൂപ്പിന്റെ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ അത് മുന്നോട്ട് പോകുന്നുള്ളൂ. അതിപ്പോ ഗിരീന്ദ്ര ബാബുവിനെ ആരും സഹായിച്ചില്ലെങ്കിലും അദ്ദേഹം അതിനകത്ത് വളരെ ആക്റ്റീവായിട്ട് അല്ലെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി തന്നെ പ്രവർത്തിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് സംസാരിച്ച കൂട്ടത്തിൽ ചില 1-2 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതായിട്ട് നമ്മുടെ ഒരു ഭാവി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് പുതിയൊരു കുട്ടികൾക്ക് വേണ്ടി നമ്മുടെ നിലാവ് ഗ്രൂപ്പിൽപ്പെട്ട അംഗങ്ങളുടെ മക്കളും ചെറുമക്കളും ഈ വിഭാഗം ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഗ്രൂപ്പ് തുടങ്ങിയാൽ എന്താണ് എന്ന ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അതൊരു നല്ല ആശയമാണ്. കാരണം നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്ക് അവരുടെ ആശയവിനിമയത്തിനും അതുപോലെ തന്നെ അവരുടെ പഠനവുമായി ബന്ധപ്പെട്ടും അല്ലാതെ ആയി ബന്ധപ്പെട്ടും സാഹിത്യവും സാംസ്കാരികവുമായിട്ടും സംഗീതപരമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും അവരുടെ ആക്ടിവിറ്റീസിന് വേണ്ടി അങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയാൽ എന്തെന്നുള്ള കാര്യം അദ്ദേഹം ഇങ്ങനെ സൂചിപ്പിക്കുകയുണ്ടായി. ഞാനത് നിങ്ങളുടെ ചർച്ചയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. നമ്മൾ അത് ചർച്ച ചെയ്തിട്ട് ഏത് കാര്യമായാലും നമ്മൾ പരസ്പരം ഒരു ആശയവിനിമയം നടത്തിയിട്ട് അത് തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ നിലാവ് ഗ്രൂപ്പ് കൊണ്ട് എന്തെങ്കിലും ഒരു പ്രയോജനം ഈ ഓരോ ഗ്രൂപ്പ് അംഗങ്ങൾക്കും ഉണ്ടാകേണ്ടതുണ്ട്. പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോണിറ്ററി ബെനിഫിറ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ മുൻപ് ഒരു ലോട്ടറി സിസ്റ്റം ഉണ്ടായിരുന്നു. കുറെ പേര് പൈസ ചെലവാക്കിയിട്ട് ലോട്ടറി ടിക്കറ്റ് എടുക്കുക, എന്നിട്ട് അതിൽ പ്രൈസ് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അംഗങ്ങൾക്ക് മൊത്തം ആ പ്രൈസ് മണി വീതിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ ഒരു ഫണ്ട് റൈസിങ് നമ്മൾ അന്ന് അതിന്റെ ഭാഗമായിട്ടാണ്. ഞാനതിൽ ചേർന്നില്ല, കാരണം ഈ ലോട്ടറിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. കാരണം ഇത് ഏറ്റവും വലിയ പറ്റിപ്പ് പ്രസ്ഥാനമാണ് ഈ ലോട്ടറി എന്ന് പറയുന്നത്, കേരള ലോട്ടറി എന്ന് പറയുന്നത്. ചിരിക്കാനല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ സംശയം ഉണ്ടെങ്കിൽ ലോട്ടറി എടുത്ത് നോക്കൂ, ഒറ്റ പ്രൈസ് അടിക്കത്തില്ല. ഏജന്റുമാരും അത് പറയുന്നുണ്ട്. പല ഏജന്റുമാരും ഈ തൊഴിൽ നിർത്തി പോകുന്നുണ്ട്. കാരണം അവരെ എടുക്കുന്ന പ്രൈസ് ഒന്നും ആർക്കും അടിക്കത്തില്ല. പിന്നെ ഒരു ബമ്പർ പ്രൈസ് അടിക്കുന്നതിന്റെ ഒരു മാധ്യമങ്ങൾ ഇങ്ങനെ പൊക്കി പറയുന്നത് കൊണ്ട് മാത്രം അതിൽ ഭ്രമിച്ചിട്ടാണ് ഒരുപാട് പേരും ഈ ലോട്ടറിയിലേക്ക് പോകുന്നത്. അപ്പൊ അങ്ങനെ കുറെ കാലം ഈ നിലാവ് ഗ്രൂപ്പിൽ അങ്ങനെ ലോട്ടറി എടുത്തിട്ട്, പക്ഷെ ഞാൻ അത് ചോദിച്ചപ്പോ കാര്യമായ ഒരു പ്രൈസും ലഭിച്ചില്ല. കാരണം കുറെ പേര് അതിനകത്തേക്ക് പൈസ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് ലോട്ടറി എടുത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അതിനകത്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ ഒരു ഏണിങ് ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ മെമ്പേഴ്സിനും എങ്ങനെ അത് സാധ്യമാക്കാം എന്നുള്ള രീതിയിൽ അത് നിങ്ങളുടെ ഒരു ചർച്ചയ്ക്ക് ഞാൻ വിധേയമാക്കുകയാണ്. അത് നമുക്ക് ആലോചിച്ചിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് തോന്നുന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ കൊല്ലത്തൊരു സംഘടനയിൽ മെമ്പറുണ്ട്. അത് പാട്ടുകാരുടെ സംഘടനയാണ്, സൗണ്ട് ഓഫ് എൽഡേഴ്സ് എന്ന് പറയുന്ന ഒരു സംഘടനയാണ്. അപ്പൊ 50 വയസ്സിന് മുകളിലുള്ള മുതിർന്ന സംഗീത പ്രേമികളുടെ ഒരു കൂട്ടായ്മയാണ്. അപ്പൊ അതില് ഞങ്ങളൊരു ചിട്ടി പോലെ നടത്തുന്നത്. അതിൽ മെമ്പേഴ്സ് മാത്രം ആ ചിട്ടിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ലഭിക്കുന്ന വീതപലിശ എന്ന് പറയുന്നത് ആ സംഘടനയ്ക്ക് ഒരു വരുമാനം ലഭിക്കുന്നുണ്ട്. അതുപോലെ ഓരോ മാസവും നറുക്കെടുക്കുമ്പോൾ അതിന്റെ ഒരു ബെനിഫിറ്റ് ആ ചിട്ടി അടിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു സംവിധാനം. പക്ഷെ അത് ചിട്ടി എന്ന് പറയുന്ന ഒരു പേരിൽ നമ്മൾ നടത്തുമ്പോൾ അതിന് വേറെ ചില നൂലാമാലകളൊക്കെ ഉണ്ടാവും. അപ്പൊ അത് വരാതെ മറ്റെന്തെങ്കിലും പേരിൽ നടത്തുകയാണെങ്കിൽ അതിൽ താല്പര്യമുള്ളവർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട്, അപ്പൊ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ മാസവും അവർക്ക് ഒരു നല്ല ഒരു ഫിക്സഡ് എമൗണ്ട് അവർക്ക് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനം, അതിനെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. പിന്നെ നമ്മുടെ ഇതിനകത്ത് കേരളത്തിൽ നിന്ന് വിരമിച്ച ഏതാണ്ട് എനിക്ക് തോന്നുന്ന നല്ല പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ട്. 50 വയസ്സിന് മേളിലുള്ളവരുണ്ട്, ചെറുപ്പക്കാരുണ്ട്, അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. ഇപ്പോ നമ്മുടെ ഈ കാലഘട്ടത്തിനനുസരിച്ച് ശാരീരികമായിട്ടുള്ള ഉന്മേഷം
ലഭിക്കാൻ പലർക്കും ഇപ്പൊ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, വെറുതെ ഇരുന്ന് ബോറടിക്കുന്നവരുണ്ട്. ഇപ്പൊ ഞാനും റിട്ടയർ ചെയ്തിരിക്കുന്ന ആളാണ്, പക്ഷെ എനിക്ക് യാതൊരു ബോറടിയില്ല. ഞാൻ ഈ പല പല കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കുന്നത് കൊണ്ട് എനിക്കങ്ങനെ ബോറടി തോന്നിയിട്ടില്ല. ഇപ്പൊ രാവിലെ നല്ല 1 മണിക്കൂറോളം ഞാൻ എന്റെ യോഗ പ്രാക്ടീസിന് പോകുന്നുണ്ട്. എന്റെ യോഗ ഗുരു ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം ശിവജി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു പഴയ സ്റ്റാഫാണ്. അദ്ദേഹം ഒരു കളരി സ്ഥാപനം കൊല്ലത്ത് മങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് നടത്തുന്നത്. കളരി വിദ്വാനാണ്, കളരി ആശാനാണ്. നമ്മള് വെറുതെ നിസ്സാരമായിട്ട് കാണരുത്, ആള് ഉദ്ദേശിക്കുന്ന ആളല്ല. അപ്പൊ കളരി പഠിപ്പിക്കുന്ന, ഞാനവിടെ കളരി പഠിക്കാനല്ല പോകുന്നത്, ഞാൻ രാവിലെ 1 മണിക്കൂറോളം യോഗ ചെയ്യാനായിട്ട് പോകുന്നത്. യോഗ എന്ന് പറയുന്നത് വളരെ മനസ്സിനും ശരീരത്തിനും നമുക്ക് ഉന്മേഷവും ഓജസ്സും ഒക്കെ ലഭിക്കാവുന്ന ഒരു സംഗതിയാണ്. ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്നാണ് യോഗയെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഒരു ജീവിത മാർഗമാണത്. അത് ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരു പക്ഷേ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ഇല്ലെങ്കിൽ അതിനുള്ള ഒരു ടിപ്സ് ഒക്കെ തരാനായിട്ട് ശ്രീ ശിവജിക്ക് കഴിയും. ഞാനും കൂടി അദ്ദേഹത്തെ സഹായിച്ചിട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ ഈ ഗ്രൂപ്പിലുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ മാറ്റിയെടുക്കാവുന്നത് തീർച്ചയായിട്ടും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ യോഗയ്ക്ക് വേണ്ടി ഓൺലൈനിൽ തന്നെ ഒരുപാട് ചാനലുകൾ ഓൺലൈൻ യോഗ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നുണ്ട്. അതിൽ നോക്കിയാലും നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷെ പലതും അതിന് പേയ്മെന്റ് ഉള്ളതാണ്. ഇപ്പൊ മന്ത്ലി ആയാലും 6 മന്ത്ലി ആയാലും അല്ലെങ്കിൽ ഇയർലി ആയാലും അതിന് പേയ്മെന്റ് കൊടുക്കണം. വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ശാരീരികമായിട്ട് ഉന്മേഷം തരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിനും ദീർഘകാലം നമുക്ക് ജീവൻ നിലനിർത്താനും വേണ്ടി, ഇപ്പൊ ഞാൻ എന്റെ സംഘടനയെ കുറിച്ച് പറഞ്ഞു, 82 വയസ്സുള്ള ആൾക്കാർ വരെ ഞങ്ങളുടെ സംഘടനയിൽ വന്ന് പാട്ട് പാടുന്നുണ്ട്. 82 വയസ്സ്. ഒരുപക്ഷെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ തോന്നുന്നില്ല. പാട്ട് പാടുമ്പോൾ ശരിക്കും തീർച്ചയായിട്ടും അതിനൊരു ശ്വാസ നിയന്ത്രണം ഒക്കെ നമുക്ക് അനിവാര്യമാണ്. അവര് നന്നായിട്ട് പാടണമല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ ശാസ്ത്രീയമായിട്ട് ഞാൻ സംഗീതമൊന്നും പഠിച്ചിട്ടില്ലാത്ത ആളാണെങ്കിലും അത്യാവശ്യം ശ്വാസ നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചില പാട്ടുകളൊക്കെ പാടാൻ കഴിയുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ശ്വാസ നിയന്ത്രണം നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് ഒരു ദിവസം നമുക്ക് മുഴുവൻ നമുക്ക് ഉന്മേഷദായകമായി ഇരിക്കാൻ, പാട്ട് പാടാൻ വേണ്ടി മാത്രമല്ല, ഏത് കാര്യത്തിനായാലും നമുക്ക് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ല ഒരു ജീവിത നിലവാരത്തിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കും. എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. അപ്പൊ ഇങ്ങനെ ചില 1-2 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. കൂടുതലായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മുന്നോട്ട് വയ്ക്കാം. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ ഈ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.